നമസ്കാരം. ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. 1925 സ്ഥാപിതമായ ആ സംഘടന അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ നിസ്സംശയം പറയാം, ഭാരതത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ആ പ്രസ്ഥാനത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന്. അത് BJP അധികാരത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രമല്ല, സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനകളെല്ലാം ഇന്ന് രാജ്യത്ത് 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നത് കോൺഗ്രസ് ആണെങ്കിലും അധികാര രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രവർത്തന മേഖലയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിശബ്ദമായി പ്രവർത്തിച്ച് മുന്നേറിയ സംഘടനയാണ് RSS. രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം ലക്ഷ്യമാക്കി അവർ അങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നും ഇന്നീ കാണുന്ന ഉയരങ്ങൾ കീഴടക്കുമെന്നും പക്ഷെ പുറത്തുള്ളവരാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ സംഘടനയെ കൃത്യമായി മനസ്സിലാക്കിയവർക്ക് അതിൽ ഉറപ്പുണ്ടായിരുന്നു താനും. ഇന്ന് RSSൻ്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ ഒരു പുസ്തകത്തിൻ്റെ പുനഃപ്രകാശനം നടത്തിയിരുന്നു. ഹിന്ദു സ്വരാജിനായുള്ള RSSൻ്റെ തത്വശാസ്ത്രവും പ്രയോഗശാസ്ത്രവും എന്നതായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. 75 വർഷങ്ങൾക്ക് മുമ്പ് 1951 പ്രസിദ്ധീകരിച്ച പുസ്തകം. സംഘത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ജനകീയ പുസ്തകമാണ് ഇത് എന്ന് പറയാം. എഴുതിയത് മലയാളിയും ലോകപ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതനുമായ ഫാദർ ആന്റണി ഇലഞ്ഞിമറ്റമാണ്. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ RSSനെ ശരിയായി വിലയിരുത്തി എഴുതിയ പുസ്തകം എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത അത്ഭുതപ്പെടുത്തുന്നതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. കോൺഗ്രസും കമ്മ്യൂണിസവും വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാലഹരണപ്പെടുമെന്ന് അവയുടെ വൈഭവകാലത്ത് പ്രവചിച്ച രചന എന്നതാണ് ആ പ്രത്യേകത. ഭാരതത്തിൻ്റെ ഭാവി ശോഭനമാകുന്നത് RSSലൂടെ മാത്രമെന്ന് കാര്യകാരണ സഹിതം വെളിപ്പെടുത്തിയ ഉജ്ജ്വല സൃഷ്ടി. ഏതാണ്ട് 51 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇന്ന് കാണുന്ന ഈ സാഹചര്യം, ഈ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയും എന്ന് അദ്ദേഹം അന്ന് തന്നെ ഈ പുസ്തകത്തിലൂടെ പ്രവചിച്ചിരുന്നു. 1915 ജൂൺ 22 കൊച്ചിയിലാണ് ഫാദർ ആന്റണി ഇലഞ്ഞിമറ്റം ജനിച്ചത്. രാഷ്ട്രീയ നിരീക്ഷകനും തത്വചിന്തകനും എഴുത്തുകാരനുമായി അദ്ദേഹം അതിവേഗം വളർന്നു. ഹിന്ദു ബുദ്ധ മതങ്ങളെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 50ലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. സ്യൂഡോ സെക്യുലറിസം അഥവാ കപട മതേതരത്വം എന്ന വാക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വലിയ പ്രചാരം നൽകിയത് BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ ലാൽകൃഷ്ണ അദ്വാനി ആയിരിക്കും. എന്നാൽ ഈ വാക്ക് ആദ്യമായി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലേഖനങ്ങളിലൂടെ നിരന്തരം ഉപയോഗിച്ചതും ഫാദർ ആന്റണി ഇലഞ്ഞിമറ്റമാണ്. നെഹ്റുവിൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഹിന്ദു വിരുദ്ധ നിലപാടുകൾ തുറന്നുകാട്ടാൻ എഴുതിയ മൂർച്ചയേറിയ ലേഖനങ്ങളിൽ അദ്ദേഹം നിരന്തരം ഈ വാക്ക് ഉപയോഗിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾ അപ്രമാദിത്വം നിലനിർത്തിയ കോൺഗ്രസ് തകർന്നടിഞ്ഞത് RSSൻ്റെ വളർച്ചയോടുകൂടിയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ചിന്തയ്ക്ക് ഇന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് തങ്ങളായിരിക്കും എന്ന് അവകാശപ്പെട്ടിരുന്ന കമ്മ്യൂണിസം രാജ്യത്തു നിന്നും ഏതാണ്ട് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. നാഗ്പൂർ നഗരത്തിലെ ഒരു കോണിൽ പിറവിയെടുത്ത RSS ഭാരതത്തിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പടർന്ന് പന്തലിക്കുകയും ചെയ്തു കഴിഞ്ഞു. കർമ്മപഥത്തിൽ 100 ആണ്ടുകൾ അടയാളപ്പെടുത്താൻ ഫാദർ ആന്റണി ഇലഞ്ഞിമറ്റത്തിൻ്റെ ഈ പുസ്തകം പുനഃപ്രകാശനം ചെയ്യുന്നതിലൂടെ ആ സംഘടന നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.